വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പിലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് കാൽവറിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ അവനെ ക്രൂശിക്ക എന്ന് ആരവം മുഴക്കിക്കൊണ്ട് വലിയ പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നു. അവർക്കിടയിൽ യെരുശലേമിൽ നിന്നുള്ള ഒരു ചെറിയ കൂട്ടം സ്ത്രീകളും ഉണ്ട്. ഇത്ര ദാരുണമായ ഒരു മരണത്തിന് യേശു വിധിക്കപ്പെട്ടതിനെക്കുറിച്ച് ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞും കൊണ്ടാണ് അവർ യേശുവിനെ അനുഗമിക്കുന്നത്. കരയുന്ന ഈ സ്ത്രീകളോട് കർത്താവ് പറയുന്നത്, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേൻ. ലൂക്കോസ് 23:28. അവരുടെ സഹതാപം യേശുവിന് വേണ്ട. പിന്നെയോ സഹതപിക്കേണ്ടത്, കരയേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിയാണ്. എന്തുകൊണ്ട് കർത്താവ് ഈ വിധത്തിൽ പ്രതികരിച്ചു? താൻ ഏൽക്കുന്ന കഷ്ടതയും ക്രൂശുമരണവും എല്ലാം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ദൈവഹിതം നിറവേറ്റുവാൻ സന്നദ്ധനായിരുന്ന ഒരാളുടെ ജീവിതം ഒരിക്കലും സുന്ദരവും ആയാസരഹിതവുമായിരിക്കില്ല. പരുക്കൻ അനുഭവങ്ങളും ക്ലേശം നിർഭരമായ സാഹചര്യങ്ങളും തരണം ചെയ്യാതെ ദൈവഹിതം നിറവേറുവാൻ സാധിക്കില്ല. ദൈവഹിതം നിറവേറ്റുന്നതിനായി ക്രൂശ് വഹിക്കുന്ന എനിക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട, കരയേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുമാണ് എന്നാണ് യേശു പറയുന്നത്. കർത്താവ് യെരുശലേം നഗരത്തെ നോക്കി കരഞ്ഞതായി ലൂക്കോസ് 19:41 വായിക്കുന്നു. കർത്താവ് കരയുവാനുള്ള കാരണം യെരുശലേമിനും അതിൽ പാർക്കുന്നവർക്കും സംഭവിപ്പാൻ പോകുന്ന ദുരന്തത്തെ ഓർത്താണ്. AD 70 കർത്താവിൻ്റെ ഈ പ്രവചനം നിവർത്തിയായി. അന്ന് റോമൻ ചക്രവർത്തിയുടെ സൈന്യം യെരുശലേമിനെ നിരോധിച്ച് അതിൽ പാർക്കുന്നവരെ കൊന്നൊടുക്കുകയും നഗരം തീക്കിരയാക്കുകയും ദേവാലയം ഇടിച്ചു നിരത്തുകയും ചെയ്തു. ഈ വിധത്തിൽ സംഭവിക്കാനുള്ള കാരണം അവരുടെ പാപമായിരുന്നു. പാപ അവസ്ഥയോർത്ത് കരയുവാൻ കർത്താവ് പറയുന്നു. ഇന്ന് നമ്മുടെ കർത്താവ് ഇതുതന്നെയാണ് പറയുന്നത്. നമ്മുടെ ഏറിയ പാപങ്ങളെക്കുറിച്ചും വന്നുപോയിട്ടുള്ള ദുഷ്ടചിന്തകളെക്കുറിച്ചും ഓർത്ത് കരയുക എന്ന്. നമ്മുടെ തെറ്റുകളെക്കുറിച്ചുള്ള അവബോധമോ പശ്ചാത്താപമോ ഇന്ന് നമ്മിൽ ഒട്ടുമില്ല. നമ്മുടെ ഹൃദയം കഠിനമായിരിക്കുകയാണ്. നമ്മിൽ ദൈവാത്മാവ് പ്രവർത്തിക്കണം. അതിന് നമ്മളുടെ കുറവുകളെ ഓർത്ത് നാം കരഞ്ഞേ മതിയാകൂ. ആത്മീയ പുതുക്കത്തിനും പുനർജന്മത്തിനുമുള്ള ഏക ഉപാധി അനുതാപം മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് പാപ അവസ്ഥയോർത്ത് കരയുന്ന ദിനമായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാനുള്ള കാഴ്ച അനുതാപത്തിൻ്റെ കണ്ണുനീർ മാത്രമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുടെ മക്കൾക്ക് വേണ്ടിയും കരയണം. ഇന്ന് നമ്മളുടെ മക്കളെ വഴിതെറ്റിക്കുന്ന സാഹചര്യമാണ് എവിടെയും. ആപ്പിൻ്റെയും ചാറ്റിൻ്റെയും മീഡിയകളുടെയും വലയത്തിൽ മക്കൾ കുടുങ്ങിക്കിടക്കുന്നു. ലഹരി മാഫിയകളുടെ വലയിൽ പെട്ട് ലഹരിക്കടിമകളായി നമ്മുടെ മക്കൾ വളർന്നു വരുന്നു. സ്വഭാവശുദ്ധിയും സന്മാർഗനിഷ്ഠയും നഷ്ടപ്പെടുത്തിയിരിക്കുന്ന മക്കൾ നിഷേധികളും താന്തോന്നികളുമായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ട് മക്കൾ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു? മക്കളുടെ കാര്യം ശ്രദ്ധിക്കാതെയും അവരുമായി സമയം ചെലവിടാതെയും ധനസമ്പാദനത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഓടി നടക്കുന്നവർ പിൽക്കാലത്ത് മക്കളെ ഓർത്ത് കരയേണ്ടി വരും. മക്കൾക്ക് ഭൗതികമായ സുഖ സൗകര്യങ്ങൾ നൽകുന്നതിനിടയിൽ അവർക്ക് ആത്മീക പരിശീലനവും മൂല്യബോധവും നൽകുന്നതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. പകരം മക്കൾ ചോദിക്കുന്നതെല്ലാം അവർക്ക് നൽകി, അമിത സ്വാതന്ത്ര്യം നൽകി അവരുടെ ഇഷ്ടപ്രകാരം നടക്കുവാൻ വിട്ടിരിക്കുകയല്ലേ. ഇത് ഒരു കൂട്ടക്കരച്ചിലിന് നമ്മെ കൊണ്ടെത്തിക്കും, അതിന് സംശയമില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാനും ക്രൂശിൻ്റെ ചുവട്ടിൽ ഇരിപ്പാനും നാം തയ്യാറാകണം. മക്കൾക്ക് വേണ്ടി കരഞ്ഞ ഒരു പിതാവായിരുന്നു ഇയ്യോബ്. പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്ന രാവിലെ എഴുന്നേറ്റ് അവർക്ക് വേണ്ടി ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും
ചെയ്തിരുന്നു എന്ന ഇയ്യോബ് 1:5 വായിക്കുന്നത്. മക്കൾക്ക് വേണ്ടി കരയുകയും അവർക്ക് വേണ്ടി ജാഗരിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരാകട്ടെ നാം ഓരോരുത്തരും. മോണിക്ക ദൈവമുൻപാകെ നടത്തിയ പ്രാർത്ഥനയും കണ്ണുനീരുമാണ് വലിയ വഴിപിഴച്ചു പോയ മകനെ ദൈവസന്നിധിയിലേക്ക് മടക്കി വരുത്തിയതും ഒടുക്കം അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിനായി തീർന്നതും. മോണിക്കയെപ്പോലെ മക്കൾക്ക് വേണ്ടി കരയുന്ന അമ്മമാരാകട്ടെ നാം ഓരോരുത്തരും. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ കുരിശിൻ്റെ ചുവട്ടിൽ ഇരുന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി കരയാം. അങ്ങനെയുള്ള കരച്ചിലിന് നഷ്ടപ്പെട്ടു പോയ മക്കളെ മടക്കി വരുത്തുവാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നാം കരയേണ്ടത് നമുക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ആണ്. കർത്താവേ, കണ്ണീരിൻ്റെ ആത്മാവിനെ എനിക്ക് തരണമേ. ആമേൻ.